ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അപ്പോൾ നമുക്ക് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബറായ ഡേ ആയിരുന്നു. അപ്പം ചേട്ടൻ എറണാകുളത്താണ് ഊബർ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ചേട്ടൻ പോകുന്നത്. അപ്പോൾ അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഘോഷിക്കാനായിട്ട്. ആഘോഷമൊന്നും വേണ്ടാന്ന് പറഞ്ഞു, എന്നാലും ചേച്ചി സമ്മതിക്കില്ല, ആഘോഷിക്കണം. 1000 സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അത്ര ആക്കി എടുക്കാൻ വന്ന ബുദ്ധിമുട്ടൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ. പിന്നെ രാത്രി അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് 8:30 ആയി അമ്മ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ അമ്മയും വന്നു കഴിഞ്ഞ് 9 മണിയൊക്കെ ആയി അവർ ഇറങ്ങിയപ്പോൾ. നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ 1 മണിയൊക്കെ ആയി. അപ്പം കുഞ്ഞാറ്റൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അമ്മമ്മ പോയി എടുത്ത് അവളെ ഉണർത്തിയാണ് കേട്ടോ. ഞങ്ങളപ്പം ആ സന്തോഷകരമായ നിമിഷത്തോടു കൂടി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുവാണ് കേട്ടോ. കാശിമോനെ വെച്ച് അരിയട്ടൻ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. കാരണം നമ്മൾ ആ ഒരു സബ്സ്ക്രൈബറായാലും 100 സബ്സ്ക്രൈബറായാലും അത് അത്ര എത്തിക്കൊണ്ട് വരാൻ പെട്ട പാടൊന്നും ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ 1000 സബ്സ്ക്രൈബറായത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും അതുപോലെ സപ്പോർട്ടൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും അങ്ങോട്ടുണ്ടാവണം. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നത് ആ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ, ശ്യാമശ്രീയുടെ എന്നാണ്. വീഡിയോ ഒക്കെ കാണുന്നവർ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അമ്മയ്ക്ക് കടുങ്കാപ്പിയുടെ ആളാണ്. അപ്പോൾ അമ്മ ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഹരിയൻ്റെ അമ്മ പിന്നെ കടുങ്കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിച്ചിരി കേക്കൊക്കെ അമ്മയ്ക്ക് പായിലൊക്കെ വെച്ച് കൊടുത്ത്. കാശിയാണ് കേക്കിൻ്റെ ആളാണ്. ആൾക്ക് പനിയുള്ളതുകൊണ്ട് അധികം തിന്നണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾ ഇടയ്ക്കിടയ്ക്ക് വേണം ഇച്ചിരിയെങ്കിലും താന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അവനൊക്കെ കൊടുത്തു. അങ്ങനെ ചേച്ചി എനിക്ക് വായിൽ വെച്ച് തരുവാണ് കേട്ടോ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു, മറക്കാൻ പറ്റത്തില്ല ഈ ഒരു ദിവസം. ഇത് ഞങ്ങളുടെ മൂത്തമ്മയാണ് കേട്ടോ. മൂത്തമ്മയ്ക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മധുരമൊക്കെ ഉള്ള കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് മധുരത്തോടൊക്കെ ഇച്ചിരി വലിയ താല്പര്യമുള്ള ആളാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു കേക്ക്. നമ്മുടെ ഓച്ചിറയിലുള്ളൊരു കടയിലാണ് കൊടുത്തത്. എനിക്ക് പേര് ഞാൻ മറന്നുപോയി. നല്ലതായിരുന്നു കേട്ടോ. അവർ നന്നായിട്ടത് ഡെക്കറേറ്റ് ചെയ്ത് കേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ. കേക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ ചെയ്ത് തന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് ഞാൻ ഇച്ചിരി വായിലൊക്കെ വെച്ച് കൊടുത്തു. ആൾക്കധികം മധുരമൊന്നും ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞാറ്റയ്ക്ക്. അവൾ വായി വെച്ച് കൊടുക്കുമ്പോൾ തുപ്പിക്കളയലാണ് പതിവ്. അങ്ങനെ ചേച്ചിയാണ് വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കേക്ക് എൻ്റെ കൈ വെച്ച് തന്നത്. കുഞ്ഞാറ്റ അകത്തെ കയറി പിടിച്ച് കേട്ടോ. ക്രീമെല്ലാം അവിടെ കയ്യിലിരിക്കുവാണ്. ഇതെന്താമേ സംഭവം പറഞ്ഞുകൊണ്ട് അവൾ കയറി തൊട്ട് നോക്കി കേട്ടോ. അങ്ങനെ ചേച്ചിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ എല്ലാവരും അരിയണ്ണാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയണ്ണ അങ്ങ് കുറച്ച് നേരമായപ്പോൾ സോഫയിൽ കയറി ഞങ്ങൾ കിടന്നു ഒരു അരമണിക്കൂർ. അവരൊരു 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ നല്ല വിശപ്പപ്പം അമ്മ ഇച്ചിരി ചോറൊക്കെ കഴിക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാറ്റ നല്ല വാശിയായിരുന്നു. കുഞ്ഞാറ്റ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെയാണല്ലോ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ച്. അപ്പോൾ ആരുടെ അടുത്തും പോകുന്നില്ല. അമ്മമ്മയും അമ്പുവും ഒക്കെ വിളിച്ചിട്ട് ചെന്നില്ല കേട്ടോ. എൻ്റെ കോളത്ത് കയറി കിടക്കും കേട്ടോ. ഇടയ്ക്ക് അമ്പുവിനെ മൂത്തമ്മയെ നോക്കുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പോകത്തില്ല. എന്ത് ചെയ്താൽ അവൾ എടുക്കാൻ ചെന്നാൽ അവൾ കരയുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്മ കഴിച്ചു കഴിഞ്ഞപ്പോൾ സോഫയിൽ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അമ്മ കുഞ്ഞാറ്റായിട്ട് കളിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ. പക്ഷെ അമ്മ വിളിച്ചിട്ടും അവൾ പോകുന്നില്ല കേട്ടോ. അമ്മ വിളിച്ചിട്ടും അവൾ പോകുന്നില്ല. അവളിങ്ങനെ ഇരിക്കുകയാണ് കുഞ്ഞാറ്റ. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് വന്ന് കിടന്ന് ഞാനതൊക്കെ ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്, മൂത്തമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ചെല്ലത്തില്ല അവൾ പിന്നെ എന്നെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും പോകത്തില്ല കുഞ്ഞാറ്റ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി
നന്ദി പറയുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.